എല്ലാവർക്കും നമസ്കാരം. ജീവിതം ശരിക്കും യാദൃച്ഛികമാണോ? എന്തുകൊണ്ട് ചിലർ സമ്പന്ന കുടുംബങ്ങളിൽ ജനിക്കുന്നത്, എന്നാൽ മറ്റു ചിലർ വലിയ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും ജീവിക്കുന്നു? സത്യസന്ധമായും ധാർമ്മികമായും ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ദുഃഖവും ബുദ്ധിമുട്ടുകളും ഇടയ്ക്കിടെ വരുന്നു. എന്നാൽ അധർമ്മത്തിലും സ്വാർത്ഥതയിലും ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ സുഖവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നു. ചില ആളുകൾ അപ്രതീക്ഷിതമായി മരിക്കുന്നു, എന്നാൽ ചിലർ രോഗക്കിടക്കയിൽ പോലും ദീർഘകാലം ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയം കർമ്മ നിയമമാണ്. ദ ലോ ഓഫ് കർമ്മ. ഈ നിയമം നിങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിതത്തെ നോക്കിക്കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായും മാറും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്, ദ ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മ എന്നത് വളരെ സങ്കീർണമായ ആഴത്തിലുള്ളതുമായ ഒരു വിഷയമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ കർമ്മ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകത്തിന്റെ അവസാന വാക്കിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഗഹന കർമ്മണോ ഗതിഹി എന്നാണ്. ഗഹനം എന്ന വാക്കിന് ഹൈലി കോംപ്ലിക്കേറ്റഡ്, അതായത് വളരെ സങ്കീർണമായത്, അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത്, ആഴത്തിലുള്ളത് എന്നെല്ലാമാണ് അർത്ഥം. അപ്പോൾ കർമ്മ നിയമങ്ങൾ എന്നത് വളരെ സങ്കീർണമായ ഒന്നാണെന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ്. കാരണം ഇത് ലളിതമായ ഒരു വിഷയമല്ല. ഇത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒന്നാണ്. സത്യത്തിൽ കർമ്മ നിയമത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥവും ഇല്ല. മറിച്ച് ഈ നിയമങ്ങൾ പല ഗ്രന്ഥങ്ങളിൽ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നു. ഇത് നമ്മുടെ പഠനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർമ്മ നിയമം എന്നത് വേദാന്തത്തിന്റെ ഒരു വിഷയമല്ല. എന്നാൽ വേദാന്തം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. കർമ്മ വിഷയങ്ങളുടെ വിവരണങ്ങൾ പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് മഹാഭാരതത്തിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ഗുരു ശിഷ്യ സംവാദത്തിൽ നിന്നുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ ഗുരുവിൽ നിന്ന് ലഭിച്ച അറിവുകളാണ്. മൈ സോഴ്സ് ഈസ് മൈ ഗുരു. ഈ വിഷയം സങ്കീർണമായതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ നമുക്കിത് വിവരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ കർമ്മ ആൻഡ് ഫ്രീഡം എന്നൊരു വീഡിയോ സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കർമ്മ ആൻഡ് ഫ്രീഡം എന്ന വേദാന്ത സീരീസിന്റെ ആദ്യ ഭാഗമാണിത്. ഈ വീഡിയോയിൽ കർമ്മത്തിന്റെ അടിസ്ഥാനങ്ങളായ 6 നിയമങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഈ 6 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ എല്ലാ കർമ്മ നിയമവും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കർമ്മത്തിന്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സീരീസ് പൂർണ്ണമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമായി നമുക്ക് കർമ്മം എന്ന വാക്കിന്റെ അർത്ഥവും സന്ദർഭവും മനസ്സിലാക്കാം. കർമ്മ നിയമത്തിന്റെ ആദ്യത്തെ ആശയക്കുഴപ്പം കർമ്മ എന്ന പേരിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. സത്യത്തിൽ കർമ്മ എന്ന വാക്കിന് ആക്ഷൻ, പ്രവൃത്തി, ജോലി, കാരണം എന്നെല്ലാമാണ് അർത്ഥം. കർമ്മത്തിനെ പൊതുവെ ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഫലമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിനെ കർമ്മഫലം എന്ന് പറയുന്നു. അതാണ് റിസൾട്ട്. എന്നാൽ ഈ റിസൾട്ടിനെയും കർമ്മ എന്ന് പറയാറുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ചിലർ പറയാറുണ്ട് ഇതെന്റെ കർമ്മമാണ്. അവർ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതെന്റെ കർമ്മഫലമാണ് എന്നാണ്. എന്നാൽ ചുരുക്കി ഇതിനെ കർമ്മ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കർമ്മം എന്ന വാക്കുകൊണ്ട് പ്രവൃത്തിയെയും അതിന്റെ ഫലത്തെയും സൂചിപ്പിക്കുന്നു. ഇതാണ് ആദ്യത്തെ കൺഫ്യൂഷൻ. അപ്പോൾ കർമ്മം എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ അത് പ്രവൃത്തിയായിട്ടാണോ സൂചിപ്പിക്കുന്നത്, ഫലമായിട്ടാണോ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് കർമ്മ നിയമം ഇത്രയും പ്രധാനപ്പെട്ടതായി മാറുന്നു? കാരണം മനുഷ്യനെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് കർമ്മ നിയമം ഉത്തരം നൽകുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം നിങ്ങളുമായി പങ്കുവെക്കാം. ഈ അടുത്ത് യൂട്യൂബിൽ ഒരു മുസ്ലിം പണ്ഡിതനോട് 12 വയസ്സുള്ള ഒരു കുട്ടി നിഷ്കളങ്കമായ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയാണ്: സാർ, നമ്മൾ എല്ലാവരും എന്തായാലും മരിക്കും എന്ന് തീർച്ചയല്ലേ? പണ്ഡിതൻ പറഞ്ഞു, തീർച്ചയായും മരിക്കും. അപ്പോൾ കുട്ടി ചോദിക്കുന്നു, പിന്നെ നമ്മൾ എന്തിനാണ് ജനിച്ചത്? എന്തായാലും മരിക്കും, പിന്നെ എന്തിന് ജനിച്ച് ബുദ്ധിമുട്ടി മരിക്കണം? നമുക്ക് ജനിക്കാതിരുന്നാൽ പോരെ? അപ്പോൾ ഞാൻ എന്തിന് ജനിച്ചു എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഈ ചോദ്യത്തിന് മുമ്പിൽ ആ മുസ്ലിം പണ്ഡിതന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല.
പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചോദ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ എന്തായാലും മരിക്കുമെങ്കിൽ എന്തിനാണ് നമ്മൾ ജനിക്കുന്നത്? അപ്പോൾ ജനിക്കാതിരുന്നാൽ പോരെ? എന്നാൽ ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇല്ലല്ലോ എന്നാണ് ആ നിഷ്കളങ്കമായ കുട്ടി ഉദ്ദേശിച്ചത്. എന്നാൽ ഇതിന് വ്യക്തമായ ഉത്തരം കർമ്മ നിയമം നൽകുന്നുണ്ട്. നിങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാനാണ് നിങ്ങൾ ജനിക്കുന്നത്. മരണം, ജീവിതം, വിജയം, പരാജയം, ദുഃഖങ്ങൾ, ബന്ധങ്ങൾ എന്നതിനെക്കുറിച്ച് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കർമ്മ നിയമം നമുക്ക് വ്യക്തമായി ഉത്തരം നൽകുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ജനിച്ചു? എന്തുകൊണ്ട് എനിക്ക് പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം ലഭിച്ചു? എന്തുകൊണ്ട് ചെറിയ കുട്ടികൾ വേഗത്തിൽ മരിക്കുന്നു? എന്തുകൊണ്ട് പ്രതീക്ഷിക്കാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുന്നു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, നമ്മളെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് കർമ്മ നിയമം നമ്മൾക്ക് വ്യക്തമായി ഉത്തരം നൽകുന്നു. അതുകൊണ്ട് ഈ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്ക് ഈ കർമ്മ നിയമം പ്രവർത്തിക്കുന്ന 6 അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. The 6 fundamentals of law of karma. കർമ്മത്തിന്റെ 6 നിയമങ്ങൾ. പ്രിയമുള്ളവരെ, കർമ്മം പ്രവർത്തിക്കുന്നത് 6 അടിസ്ഥാന നിയമങ്ങളിലാണ്. ആദ്യത്തെ 3 താരതമ്യേന ലളിതമാണ്. എന്നാൽ അടുത്ത 3 അവസാനത്തെ 3 കുറച്ച് സങ്കീർണമാണ്. ഞാൻ ഈ പറയുന്ന നിയമങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലോജിക്കലായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി തോന്നുന്നത് ദയവായി നിങ്ങൾ കമന്റിൽ പറയുക. ആദ്യത്തെ നിയമം, എവ്രി ആക്ഷൻ ഹാസ് എ റിസൾട്ട്. എല്ലാ കർമ്മത്തിനും ഒരു ഫലമുണ്ട്. എല്ലാ പ്രവൃത്തിക്കും ഒരു റിസൾട്ട് ഉണ്ട്. എല്ലാ ആക്ഷനും ഒരു റിസൾട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ മോഡേൺ തിയറി പ്രകാരം കോസ് ആൻഡ് എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ നിയമം, എന്നാൽ കർമ്മ നിയമം പറയുന്നത് എല്ലാ പ്രവൃത്തികൾക്കും ഒരു റിസൾട്ട് അല്ല, 2 റിസൾട്ട് ഉണ്ടെന്നാണ്. അത് നമുക്ക് അതിന്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കാം. മൂന്നാമത്തെ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. കർമ്മം ചെയ്യുന്ന ആള് തന്നെ അതിന്റെ കർമ്മഫലവും അനുഭവിക്കണം. നമുക്ക് ഒരിക്കലും നമ്മുടെ കർമ്മം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനിയാണ് കർമ്മ നിയമം കുറേശ്ശെ സങ്കീർണമാകാൻ പോകുന്നത്. മൂന്നാമത്തെ നിയമത്തിൽ നമ്മൾ കണ്ടത് കർമ്മം ചെയ്യുന്ന ആൾ തന്നെ കർമ്മഫലം അനുഭവിക്കണം എന്നാണ്. എന്നാൽ 4ാമത്തെ നിയമം പറയുന്നത് കർമ്മഫലം ചെയ്യുന്ന ആളെ ജീവിതത്തിനപ്പുറവും പിന്തുടരും എന്നാണ്. അതായത് നിങ്ങൾ കർമ്മം ചെയ്തു, ഫലം അനുഭവിച്ചു, അതോടുകൂടി അത്. എന്നാൽ 4ാമത്തെ നിയമം പറയുന്നത് കർമ്മഫലം ചെയ്യുന്ന ആളെ ജീവിതത്തിനപ്പുറവും പിന്തുടരുമെന്നാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. 5ാമത്തെ നിയമം, കർമ്മം പ്രവർത്തിക്കുന്നത് ചാക്രികമായിട്ടാണ്. ഒരു വൃത്താകൃതിയിലാണ് കർമ്മം പ്രവർത്തിക്കുന്നത്. നിരന്തരമായിട്ടുള്ള ഒരു ചക്രമാണ് കർമ്മം. ജനനം, ജീവിതം, മരണം, ജനനം, ജീവിതം, മരണം എന്ന രീതിയിൽ. അവസാനത്തെ നിയമം പറയുന്നത് കർമ്മം എന്ന് പറയുന്നത് അനാദിയാണ്, ബിഗിനിങ്ലെസ്. ഒരുപാട് ജന്മങ്ങളിലൂടെയാണ് ഒരു ജീവ കടന്നു പോകുന്നത്. മാത്രവുമല്ല, പ്രപഞ്ചത്തിലെ എല്ലാതും കർമ്മ നിയമത്തിന്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഈ നിയമങ്ങൾ നിങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ നമ്മൾ ഇതിനെ വിശദമായി മനസ്സിലാക്കുമ്പോൾ ആ ആശയക്കുഴപ്പം നീങ്ങുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തെ നിയമം, എവ്രി ആക്ഷൻ ദർ മസ്റ്റ് ബി എ റിസൾട്ട്. എല്ലാ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ട്. ഇത് ആധുനിക സിദ്ധാന്തത്തിലെ കോസ് ആൻഡ് എഫക്റ്റ് എന്ന തത്വത്തിന് അടിസ്ഥാനമാണ്. നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ഇതിൽ ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് കൊണ്ട് അടിക്കുന്നു. അതൊരു കർമ്മമാണ്. അതിന്റെ ഫലം എന്താണ്? പന്ത് ദൂരേക്ക് തെറിച്ചു പോകുന്നു. ഈ വീഡിയോയിൽ ഒരു പെൺകുട്ടി പന്ത് പുറകിലേക്ക് എറിയുന്നു. അവിടെ ഒരു കർമ്മം നടന്നു. ഫലം പന്ത് തെറിച്ചുപോയി. പക്ഷെ ആ പന്ത് തിരിച്ച് വീണ്ടും ഈ കുട്ടിയുടെ തലയിൽ വന്ന് വീഴുന്നു. അപ്പോൾ 2ാമത്തെ ഫലവും അവിടെ തന്നെ വന്നു. 1ാമത്തെ നിയമം പറയുന്നത് എല്ലാ കർമ്മത്തിനും ഒരു ഫലമുണ്ട് എന്നാണ്. അപ്പോൾ ഏത് കർമ്മം ചെയ്താലും അതിനൊരു ഫലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി നമുക്ക് 2ാമത്തെ നിയമം നോക്കാം. 2ാമത്തെ നിയമത്തിൽ പറയുന്നത് എല്ലാ കർമ്മങ്ങൾക്കും 2 റിസൾട്ട്, അതായത് 2 ഫലങ്ങൾ ഉണ്ട് എന്നാണ്. നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന് ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട്, അതിനെ ദൃഷ്ടഫലം എന്നാണ് പറയുന്നത്. കാണാൻ കഴിയുന്ന, പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഫലമുണ്ട്. എന്നാൽ അതേ കർമ്മത്തിന് കാണാൻ കഴിയാത്ത ഡിലേയ്ഡ് റിസൾട്ട്, അദൃഷ്ട ഫലവും ഉണ്ട് എന്ന് കർമ്മ നിയമം പറയുന്നു. അപ്പോൾ നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നു, പക്ഷേ 2 റിസൾട്ട്. ആദ്യത്തേത് ദൃഷ്ടഫലം, കാണാൻ കഴിയുന്നത് പെട്ടെന്ന് കിട്ടും. 2ാമത്തേത് അദൃഷ്ടഫലം, പെട്ടെന്ന് വരുന്നതല്ല, അത് എപ്പോൾ വരും എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് കർമ്മ നിയമത്തെ സങ്കീർണമാക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കൂ. ഇവിടെ ഒരു വ്യക്തി പുകവലിക്കുന്നു. അതൊരു കർമ്മമാണ്. എന്താണ് അതിന്റെ ദൃഷ്ടഫലം?
അദ്ദേഹത്തിന് പുക വലിച്ച ഉടനെ ഒരു എൻജോയ്മെന്റ് ലഭിക്കുന്നു, റിലാക്സേഷൻ ലഭിക്കുന്നു. അത് ഒരു ദൃഷ്ടഫലമാണ്. എന്നാൽ 5-6 വർഷം കഴിഞ്ഞ് ഈ പുകവലി മൂലം അദ്ദേഹത്തിന് ക്യാൻസർ എന്നൊരു അസുഖം വരാൻ സാധ്യതയുണ്ട്. അത് അദൃഷ്ടഫലമാണ്. ഈ ക്യാൻസർ എന്ന് പറയുന്ന ഫലം എപ്പോൾ വരും, എങ്ങനെ വരും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ അത് അദൃഷ്ടഫലമായിട്ട് വരുന്നതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അദൃഷ്ട ഫലങ്ങൾ, നമ്മൾ മുന്നേ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇനി നമുക്ക് മൂന്നാമത്തെ നിയമം നോക്കാം. ദ ഡൂവർ മസ്റ്റ് എക്സ്പീരിയൻസ് ദ റിസൾട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കർമ്മം ചെയ്യുന്ന ആള് തന്നെ കർമ്മഫലം അനുഭവിക്കണം. നമ്മുടെ കർമ്മഫലം നമുക്ക് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. കർമ്മഫലം ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ആ പ്രവൃത്തി ചെയ്ത വ്യക്തി തന്നെയാണ് അതിന്റെ ഫലം അനുഭവിക്കേണ്ടത്. നിങ്ങളുടെ കർമ്മം വേറൊരാൾക്ക് കൊടുക്കാനോ വാങ്ങാനോ സാധിക്കില്ല. ഈ കർമ്മത്തെ നിങ്ങളൊരു അക്കൗണ്ട് പോലെ സങ്കല്പിക്കൂ. ഈ അക്കൗണ്ടിലുള്ള ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, ട്രാൻസാക്ഷൻ എല്ലാം നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അടുത്ത നിയമം നമുക്ക് നോക്കാം. ഇവിടെയാണ് നിയമം കുറച്ചുകൂടി സങ്കീർണമാകാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മൂന്നാമത്തെ കർമ്മ നിയമം കണ്ടു. അതിൽ കർമ്മം ചെയ്ത ആള് തന്നെ കർമ്മഫലം അനുഭവിക്കണം എന്ന് മനസ്സിലാക്കി. ഇത് ലളിതമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ഒരു കർമ്മം ചെയ്തു, അതിന്റെ ഫലം വന്നു, നിങ്ങൾ അത് അനുഭവിച്ചു. വളരെ ലളിതമാണ്, സിമ്പിളാണ്. എന്നാൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കർമ്മം ചെയ്തു, അതിന്റെ ഫലം വരുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചു എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ എന്തു ചെയ്യും? ഫലം അനുഭവിക്കാൻ നിങ്ങൾ ജീവനോടെ ഇല്ല. പക്ഷേ മൂന്നാമത്തെ കർമ്മ നിയമം പറയുന്നത് നിങ്ങൾക്കല്ലാതെ വേറൊരാൾക്കും ആ ഫലം അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാണ് പുനർജന്മം വരുന്നത്. ദ ലോ ഓഫ് ഇൻകാർണേഷൻ കർമ്മ നിയമത്തിൽ വരുന്നത്. ആ കർമ്മഫലം അനുഭവിക്കാൻ ആ വ്യക്തി വീണ്ടും ജനിക്കുന്നു. ഇങ്ങനെയാണ് പുനർജന്മത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ജനിച്ചു എന്ന ചോദ്യത്തിന് ഇവിടെ തന്നെ വ്യക്തമായ ഉത്തരം കർമ്മനിയമം നൽകി കഴിഞ്ഞു. നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ പൂർവ്വകാല കർമ്മഫലങ്ങൾ അനുഭവിക്കാനാണ് നിങ്ങൾ ഈ ജീവിതം എടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ തുടർച്ചയായ ഒരു ചക്രത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ഈ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു, കുറേ ഫലങ്ങൾ നിങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നു, കുറേ ഫലങ്ങൾ അനുഭവിക്കാതെ പെൻഡിങ് ആയി നിൽക്കുന്നു. അദൃഷ്ട ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെയാണ് അദൃഷ്ട ഫലം എന്ന് പറയുന്നത്. ഈ അദൃഷ്ട ഫലം അടുത്ത ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അടുത്ത ജന്മത്തിലും നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു, നിങ്ങളെ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ ജനിക്കുന്നു, നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു ജീവിക്കുമ്പോൾ. തീർച്ചയായും അതിന്റെ ഫലമുണ്ട്. ഫലം കുറച്ച് നിങ്ങൾ അനുഭവിക്കുന്നു. അദൃഷ്ട ഫലം അനുഭവിക്കാതെ പെൻഡിങ് ആവുന്നു, നിങ്ങൾ മരിക്കുന്നു. വീണ്ടും അത് അനുഭവിക്കാൻ നിങ്ങൾ തിരിച്ചു വരുന്നു. ഇത് നമ്മളെ അഞ്ചാമത്തെ നിയമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജനനം, ജീവിതം, മരണം. വീണ്ടും ജനനം, ജീവിതം, മരണം. വീണ്ടും ജനനം, ജീവിതം, മരണം. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഒരു മനുഷ്യജന്മം ലഭിക്കണമെങ്കിൽ 84 ലക്ഷം ജന്മങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതെല്ലാം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും പുരാണങ്ങളും കർമ്മ നിയമങ്ങളും പറയുന്നത് നമുക്ക് അനേകായിരം ജന്മങ്ങൾ ഉണ്ട് എന്നാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഓരോ ജന്മത്തിലും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മത്തിന്റെ കുറച്ച് നമ്മൾ ഫലം അനുഭവിക്കുന്നു. ബാക്കി ഫലങ്ങൾ അദൃഷ്ട ഫലമായി പെൻഡിങ് റിസൾട്ടായി നിൽക്കുന്നു. അത് അനുഭവിക്കാൻ നമ്മൾ വീണ്ടും ജനിക്കുന്നു. ഇങ്ങനെ ജനനം, ജീവിതം, മരണം, ജനനം, ജീവിതം, മരണം എന്ന ഇടയിൽ കർമ്മഫലം ഒരു ചക്രം പോലെ പ്രവർത്തിക്കുന്നു. ഇത് നമ്മളെ അവസാനത്തെ നിയമത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടെ ചിന്തിക്കൂ. സർക്കിൾ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ നോ ബിഗിനിങ് നോ എൻഡ് എന്നാണ്. ഒരു വൃത്തത്തിന് ഒരിക്കലും നമുക്ക് ആരംഭമോ അവസാനമോ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് കർമ്മ ചക്രത്തിന്റെ ആരംഭം അവസാനം കണ്ടെത്തുക പ്രയാസമാണ്. ഇനി നമുക്ക് അവസാനത്തെ നിയമം നോക്കാം. പ്രിയമുള്ളവരെ, എല്ലാത്തിനും ഈ കർമ്മ നിയമം ബാധകമാണ്. മനുഷ്യർക്കെന്ന പോലെ ഈ പ്രപഞ്ചത്തിനും ഒരു സൃഷ്ടി, സ്ഥിതി, ലയം എന്നിങ്ങനെ 3 അവസ്ഥകളുണ്ട്. ഇതും കർമ്മ നിയമത്തിൽ വരുന്നതാണ്. അപ്പോൾ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നു, ആ പ്രപഞ്ചം നിലനിൽക്കുന്നു, അവസാനം ആ പ്രപഞ്ചം ലയിക്കുന്നു, വീണ്ടും പുതിയ പ്രപഞ്ചം ഉണ്ടാകുന്നു. അപ്പോൾ കർമ്മം എന്നത് ബിഗിനിങ് ലെഗ്സ് ആണ്, അനാദിയാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ശരി, ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് ഒരുപാട് ജന്മമുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴാണ് ആദ്യം ജനിച്ചത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. എന്നാൽ കർമ്മ നിയമത്തിൽ ആദ്യ ജനനം എന്നൊന്നില്ല. എന്തുകൊണ്ടെന്നാൽ കർമ്മ നിയമം നമ്മൾ മനസ്സിലാക്കി, അതൊരു സർക്കിളാണ്.
അതിന് ആരംഭമോ അവസാനമോ ഇല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു യൂണിവേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു മനുഷ്യ ജന്മം പോലെ തന്നെ ഈ പ്രപഞ്ചത്തിനും ജന്മങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സൃഷ്ടി സ്ഥിതി ലയം എന്നത്. അപ്പോൾ പല പ്രപഞ്ചങ്ങളിലൂടെ പല ജീവിതത്തിലൂടെ കടന്നു വരുന്ന നമ്മളുടെ ആത്മാവിന് ഒരുപാട് ജന്മങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കർമ്മ നിയമത്തിന്റെ 6 അടിസ്ഥാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ ഇത് വെറും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. നമ്മൾ ഇപ്പോഴും ഈ സബ്ജക്റ്റിന്റെ അകത്തേക്ക് കടന്നിട്ടില്ല. നമുക്ക് കർമ്മത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള 6 നിയമങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്ര തരം കർമ്മങ്ങളുണ്ട്, സത്യത്തിൽ ഈ കർമ്മം ചെയ്യുന്നത് ശരീരമാണോ മനസ്സാണോ, എന്താണ് പുണ്യം പാപം എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരുന്ന ഓരോ വീഡിയോകളും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇതിൽ വേദാന്തം പറയുന്നത് കർമ്മ നിയമം എന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. എന്നാൽ അത് വ്യാവഹാരിക തലത്തിലാണ് സംഭവിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും തലത്തിൽ. നിങ്ങളുടെ യാഥാർത്ഥ്യം സച്ചിദാനന്ദ ആത്മ ജനനത്തിനും മരണത്തിനും അതീതമാണ്. നിങ്ങൾ കർമ്മചക്രത്തിന്റെയും അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർമ്മ നിയമം മനസ്സിലാക്കി അതിനെ മറികടക്കുക എന്നതാണ്. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നതാണ്. നിങ്ങൾ ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള നിത്യ ചൈതന്യമാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർമ്മ നിയമത്തിന്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.